കാർ വാങ്ങുമ്പോൾ സെക്കൻഡ് ഹാൻഡ് കാറാണോ അതൊരു പുതിയ കാറാണോ വാങ്ങാം? പുതിയ കാർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതൊരു ഫീലിംഗ് ആണ്, കുറെ നാളത്തെ ആഗ്രഹമൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു ഹാപ്പിനെസ് ഒക്കെയാണ്. പക്ഷെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതായത് സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോൾ നമ്മൾ പുതിയ കാറിന് അടയ്ക്കേണ്ട ടാക്സോ രജിസ്ട്രേഷൻ ഫീ അങ്ങനത്തെ പേപ്പർ വർക്ക്സിന്റെ ഇതൊന്നും വരുന്നില്ല. പക്ഷെ ഇതിനെ നമ്മൾ നോക്കേണ്ടത് ഇൻഷുറൻസും അതേപോലെ പൊല്യൂഷൻ അതേപോലെ ഫിറ്റ്നസ് അങ്ങനത്തെ പേർപ്പസ് ഒക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. അതേപോലെ മെക്കാനിക് സൈഡ് ഓക്കെ ആണോ നോക്കണം. അതേപോലെ കേരളത്തിൽ നിന്നുള്ള വണ്ടികളാണെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡ് ആണെന്ന് കൂടി നോക്കണം. അതായത് 2018 മോഡൽ ആ ഒരു ടൈമിലുള്ള വണ്ടികളാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വണ്ടികൾ സുഖമായിട്ട് സെക്കൻഡ് ഹാൻഡ് മേടിക്കാം. അപ്പോൾ ഇനി നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോൾ ഒരു വർഷം 2 വർഷം കഴിഞ്ഞാൽ അതിൽ 1 ലക്ഷം തൊട്ട് 70,000 രൂപ വരെ കുറവ് വരും. അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാണ് ബെറ്റർ. അതേപോലെ തന്നെ നിങ്ങൾ ലക്ഷറി കാറാണ് നോക്കുന്നെങ്കിൽ അതിൽ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ 30% വരെ കുറവ് വരും. അതായത് 10 ലക്ഷത്തിന്റെ കാറ് നമുക്കൊരു 7 ലക്ഷത്തിന് താഴെ ആ ഒരു വിലയിൽ നമുക്ക് കിട്ടും. ഇനി അതേപോലെ നിങ്ങളിപ്പോൾ കാർ മേടിക്കുമ്പോൾ EMI യിലാണ് മേടിക്കുന്നെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർ ഒരിക്കലും മേടിക്കരുത്. കാരണം സെക്കൻഡ് ഹാൻഡ് കാർ EMI യിൽ മേടിക്കുമ്പോൾ